ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ വണ്ടി എടുക്കാൻ പോവാണ്. ഇത് സാധനങ്ങളെല്ലാം റെഡി. ഇവിടെ ഒരാൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പോവാം വണ്ടി എടുക്കാൻ. ഓക്കെ, ലെറ്റ്സ് ഗോ. കുറച്ച് ഡേറ്റയൊക്കെ കോപ്പി ചെയ്യാണ്ടായിരുന്നു. അതൊക്കെ മറ്റേ നേരത്തെ ക്യാമറയ്ക്കകത്ത് മറ്റേ പോർച്ചുഗലിലൊക്കെ പോയപ്പോൾ എടുത്ത് അതൊക്കെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് പോയി വണ്ടി എടുത്തോണ്ട് അവരിപ്പോൾ വിളിച്ചു. നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്ന വഴിയാണ് നമ്മുടെ ഡ്രൈവർ. അവിടെ മറ്റേ കാർമേഘമൊക്കെ ലൈക്ക് പൊങ്ങി പോകുന്നുണ്ടോ? ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് അത്രയും പോലും ആയിട്ടില്ല. ശരി, പ്രോപ്പർ ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ കേട്ടോ നമ്മുടെ വീടിരിക്കുന്ന ഏരിയ. ഇതൊക്കെ ബ്ലാക്ക് ഫോറസ്റ്റ് അകത്തുള്ള റോഡാട്ടോ. പക്ഷെ ലൈക്ക് അടിപൊളി റോഡൊക്കെയാണ് അല്ലേ? കാട്ടിനകത്തൂടെ ഇപ്പൊ പോകുന്നത്, കാരണത്തോട് കയറാൻ പോകുന്ന ഒരു മലയിടേക്കോടുള്ള വഴി. കാട്ടിനകത്തോട് കയറി അടിപൊളിയല്ലേ? വെരി നൈസ്. മഴ ഉണ്ട്, ചെറിയ മഴയോ? ആ, നമുക്ക് പ്രശ്നമില്ല. കാര്യം നമുക്ക് ഇന്ന് ഫുള്ള് ഡ്രൈവിങ് മാത്രമേ ഉള്ളൂ. വേറെ ലൈക്ക് സൈറ്റ് സീയിങ് അങ്ങനത്തെ പ്ലാൻസ് ഒന്നും ഇല്ല അല്ലേ? കാർ എടുക്കുക, അതെ അതെ, കാർ എടുക്കുക, ഓട്ടോവാൻ പിടിക്കുക, A5 A7 ആൻഡ് ഹാംബർഗർ അജണ്ട. ഇത്രേ ഉള്ളൂ നമ്മുടെ മൈൻഡ്, വേറെ ഒന്നുമില്ല. നല്ലോണം മഴ പെയ്യുന്നുണ്ട്. ശരിക്കും ഒരു ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇവിടുത്തെ ഡ്രൈബർക്ക്. ഇവിടെ ഒരുപാട് മറ്റേ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മറ്റേ ബസ്സൊക്കെ കാണുന്നുണ്ട്. ഡ്രൈബർക്ക് ഇവിടെ എന്താണെന്ന് എനിക്ക് വേൾഡ്സ് ലാർജസ്റ്റ് കുക്കു ക്ലോക്ക് അതിവിടെയാണ് ഡ്രൈബർ. ഓ, അതിവിടെ അല്ലേ? അടിപൊളി ഏരിയ അല്ലേ? കറക്റ്റ് സ്വിറ്റ്സർലൻഡ്. ശരിക്കും അത് ലൈക്ക് സ്വിറ്റ്സർലൻഡ് സ്വിസ് ബോർഡർ ആട്ടോ. അപ്പം ഓൾമോസ്റ്റ് ലാൻഡ്സ്കേപ്പ് ഒക്കെ സെയിം ആണ്. ഇന്ത്യൻ വാൾഡൊക്കെ പോകുന്ന ആ സെയിം ഇതല്ലേ? അങ്ങനെ നമ്മള് ഇനി ഒരു 10 കിലോമീറ്റർ. പക്ഷെ കിടക്കാച്ചി റോഡാട്ടോ, ഒരു രക്ഷയില്ല. ഇത് ഇവിടുത്തെ വേറൊരു പ്രത്യേകതയാണ്. ഈ റോഡ് നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ പോലെ കിടക്കുമെങ്കിലും ഇവിടുത്തെ സ്പീഡ് 100 കിലോമീറ്ററാണ്. നമുക്ക് എല്ലാവരും പറപ്പിച്ചാണ് പോകുന്നത്. പിന്നെ ഇത് ഇവിടെ കുറച്ച് റിസ്ക്കും ഉണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ മറ്റേ മാന് അങ്ങനത്തെ സാധനമൊക്കെ ചാടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ ഇതുവരെ ഞങ്ങൾ ബോർഡൊന്നും കണ്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ലൈക്ക് അങ്ങനെ സ്ലോ ചെയ്തല്ല പോകുന്നത്. എന്നാലും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ സാധാരണ കാണാറുണ്ട് അല്ലേ? പക്ഷേ നിങ്ങളിത് കണ്ടോ, ഈ പൈൻ മരങ്ങളും നല്ല രസമാണ് ഇത് കാണാൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പൈൻ മരത്തിൻ്റെ ആ സെക്ഷൻ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ആ കാടിൻ്റെ ഏരിയ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു ഓപ്പൺ സ്പേസിലോട്ട് ഇറങ്ങുവാണ്. വാവ് വാവ്, വൺ ബ്യൂട്ടിഫുൾ ആണ്, ഒരു രക്ഷയില്ല. അതെ, ഭയങ്കര കോൺട്രാസ്റ്റ് കിടക്കുന്നു ഫുൾ. 500 മീറ്റേഴ്സ് നമുക്ക് വണ്ടി എടുക്കാനുള്ള സ്ഥലം. അവിടെ നമ്മൾ കാണുന്നതാണ് മടുത്തോ? മടുക്കാൻ സമയമില്ല, ഇന്ന് മടുക്കാൻ സമയമില്ല. ഇനി ഞങ്ങൾക്ക് ഏകദേശം 800 കിലോമീറ്റേഴ്സ് കൂടെ ഡ്രൈവ് ചെയ്യാനുണ്ട്. പക്ഷെ ബാക്കിയൊക്കെ ഓട്ടോബാനാണ്. നമ്മുടെ റെന്റൽ കാർ കിട്ടിയിട്ടുണ്ട്. സർപ്രൈസ്, പൊളിക്കണോ? നീ പൊളിക്ക്. Audi A6 ഓട്ടോമാറ്റിക്, വേറെ ലെവല് വണ്ടി. വേണ്ട, നമുക്ക് ഫുൾ ഇൻഷുറൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഫുൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അത്ര മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും ചുറ്റും നടന്നൊരു ജസ്റ്റ് ഒരു വീഡിയോ പോലെ എടുത്ത്. ഇത് മറ്റേ പുതിയതല്ലേ? ഡാം സെക്സി A6. ഇത് ഇവിടെ ഒരാൾ ഭയങ്കര എക്സൈറ്റഡ് ആള് ആദ്യമായിട്ടാണ് കേട്ടോ മറ്റേ ജർമ്മനിയിൽ ലൈസൻസ് എടുത്തു കഴിഞ്ഞിട്ട് അല്ലേ? അതെ. ഓ, നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മൾ കുറച്ച് സാധനങ്ങൾ നമ്മുടെ വണ്ടിയിൽ ഇങ്ങോട്ട് മാറ്റുകയാണ്. ഇനി നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോകാൻ നോക്കൂ.
ഇവിടെ. അത് നല്ലൊരു ഓപ്ഷൻ കേട്ടോ. അങ്ങനെ നമുക്ക് നമ്മുടെ വണ്ടി കിട്ടിയിട്ടുണ്ട്. പൊളി വണ്ടി, വേറെ ലെവൽ വണ്ടി. ഇത്ര പ്രതീക്ഷിച്ചില്ല. കാര്യം നമ്മൾ ഇത്തവണ ഒരു ചെറിയ ട്രിക്ക് യൂസ് ചെയ്തു. നമ്മൾ നോർമലി മറ്റേ ഫ്രൈബർഗ് എന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ സിറ്റിയിൽ നിന്ന് തന്നെയായിരുന്നു വണ്ടി എടുത്തോണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇത്തവണ വിചാരിച്ചു ഒരു ചേഞ്ചിന് ലൈക്ക് റേറ്റ് ഭയങ്കര കുറവായിരുന്നു. ഇവളുടെ ബുദ്ധി കേട്ടോ, റേറ്റ് ഭയങ്കര കുറവായിരുന്നു. അപ്പം നമ്മൾ നൈസായിട്ട് ഇപ്പുറത്ത് വന്ന് എടുത്തു. അല്ലേടി അവിടെ ഇറങ്ങിയല്ലേ? നമ്മള് മറ്റേ മെയിൻ റൂട്ട് അല്ല കേട്ടോ, ഇത് നമ്മൾ മറ്റേ വീട്ടിലോട്ട് പോകണ വഴിയാണ്. പക്ഷെ കോടയൊക്കെ ഇറങ്ങി വൻ പോയി. ഞങ്ങൾ ശരിക്കും ഈ സൈഡിലോട്ട് വന്നേ ഇല്ല അല്ലേ? നമ്മൾ കൂടുതലും മറ്റേ കാർസ് ആ റൂട്ടാണ് പിടിച്ചോണ്ട് കൊണ്ടുവരുന്നത്. പക്ഷെ ഒരു രക്ഷയില്ല. അയ്യോ ഇതുണ്ടോ, കോടയൊക്കെ ഇറങ്ങി കിടക്കുന്നുണ്ടോ? എൻ്റെ മോനെ എന്നാ ലുക്കാലേ, അതിനകത്തെല്ലാം കിട്ടുന്നുണ്ട്. ഭയങ്കര രസം. നമ്മുടെയൊക്കെ ആ മൂന്നാറിൽ മറ്റേ കോട ഇറങ്ങത്തില്ലേ, അതിന്റെ ഇടയ്ക്കോട്ട് ഈ പൈൻമരവും കൂടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഉള്ളൊരു വൈബ് നല്ല രസമുണ്ട് അല്ലേ? ഓക്കെ, ഇവിടെയൊക്കെ മറ്റേ 100 കിലോമീറ്റർ കേട്ടോ. ഞാനിവിടെ വണ്ടി എല്ലാം പഠിച്ചോണ്ടിരിക്കുന്നു. ഓ എന്നാ വണ്ടി, എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. കാട്ടപ്പൊളി വണ്ടി, ഭയങ്കര സെറ്റാണ്. വളമൊക്കെ എടുക്കാൻ നമ്മൾ അറിയത്ത പോലും ഇല്ല. നമ്മളിപ്പോ SUV ആയിരുന്നെങ്കിൽ നമ്മൾ ഇച്ചിരി ലൈക്ക് ചവിട്ടിയൊക്കെ എടുക്കേണ്ടി വന്നു. ഇത് കണ്ടോ, ഇപ്പൊ 100 കിലോമീറ്റർ നമ്മൾ പോകുന്നത് അറിയുന്നുണ്ടോ? എന്റെ പൊന്നോ, എന്റെ പൊളിയല്ലേ ഗൈസ്. ഇത് മറ്റേ ട്രൈബർഗിനടുത്തുള്ള സ്ഥലം കേട്ടോ. നമ്മളിപ്പം റിട്ടേൺ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇതാണ് റൂട്ട്. എനിക്ക് തോന്നുന്നത് ഹൈവേ കയറി വരുമ്പോൾ നമുക്ക് വേറെ എങ്ങാണ്ടോ ഒന്ന് എക്സെപ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് വരാൻ തോന്നുന്നു. ആ ഇന്നലെ തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇനിയിപ്പോൾ കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ എല്ലാം എടുത്ത് ബൈനതാക്കാനുണ്ട്. പിന്നെ അത്രേ ഉള്ളൂ അല്ലേ? നിന്റെ PC എടുക്കാനുണ്ട്. പിന്നെ ഹാർഡ് ഡിസ്ക് അവിടെ കോപ്പി ആക്കി കഴിഞ്ഞാൽ അതും എടുക്കണം. പിന്നെ നമ്മുടെ പോർട്ടബിളും അതെല്ലാം മറ്റേ ഒരു ബോക്സിനകത്താക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അത് ജസ്റ്റ് എടുത്ത് വണ്ടിക്കകത്ത് വെച്ചാൽ മതി. ഇത്രയും സാധനങ്ങൾ എടുക്കാനുണ്ടല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ് ഡിസ്പ്ലേ. ലൈക്ക് നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. ലൈക്ക് അവിടുത്തെ 40 ഇങ്ങനെ വരുന്നുണ്ടോ? അടിപൊളി കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓട്ടോ ക്രൂസ് കൺട്രോളറാണ്. ലൈക്ക് ക്രൂസ് കൺട്രോളിൻ്റെ സെറ്റിംഗ് സ്വിച്ചാണ് താഴെ. നമ്മളിപ്പോൾ ലൈക്ക് ഓട്ടോമാറ്റിക്കലി 40 കിലോമീറ്റേഴ്സ് ലൈക്ക് ആ സ്പീഡിലോട്ട് കയറി. ഇത് കുറച്ച് റെസ്ട്രിക്റ്റഡ് സോണാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ്. അത് പിന്നെ നമ്മൾ മറ്റേ എന്നാ ലൈക്ക് ഞാനിപ്പോൾ ഓടിയില്ലെങ്കിലും ലൈക്ക് കണ്ടോ, ഇത് തന്നെ സ്റ്റിയറൊക്കെ ചെയ്യും കേട്ടോ. ഇത് മറ്റേ അഡാപ്റ്റീവ് സ്റ്റിയറിംഗ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് മറ്റേ കപ്പാസിറ്റീവ് സ്റ്റിയറിംഗ് എന്ന സാധനം. അപ്പോൾ നമ്മൾ തൊടുമ്പോഴൊക്കെ ഇതിനെ അറിയാൻ പറ്റും. നമ്മൾ തൊട്ടില്ലെങ്കിൽ അത് ലെവൽ 2 ഫീച്ചർ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു സെറ്റപ്പ്. ഓക്കെ, ഇതേതോ നല്ല ടൗണാണെന്ന് തോന്നുന്നു. അപ്പോൾ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. 40 കിലോമീറ്റേഴ്സാണ് നമുക്ക് സ്പീഡ് ലിമിറ്റ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിലേക്ക് പോവാണ്. ഓക്കെ, ഇനിയിപ്പോൾ എടുക്കാനുള്ളത് ഇലക്ട്രോണിക്സ്, കുറച്ച് മറ്റേ ക്യാമറ ഐറ്റംസ്, പിന്നെ എൻ്റെ ജാക്കറ്റുണ്ട്. ജാക്കറ്റ് ഓൾറെഡി ഇട്ടു. ഇത്ര സാധനമുള്ളല്ലേ? ഓക്കെ ഗൈസ്, അങ്ങനെ ബ്രാൻഡ് ന്യൂ Audi A6 നമ്മുടെ ആദ്യത്തെ ജർമ്മനി നോർവേയിലോട്ടുള്ള ഏറ്റവും വലിയ റോഡ് ട്രിപ്പിൻ്റെ ബാഗേജാണ് നിങ്ങൾ കാണുന്നത്. ഇതിനകത്ത് മറ്റേ ഫ്രോസൺ ഐറ്റംസ് ലൈക്ക് മറ്റേ അത്യാവശ്യം സലാമി അങ്ങനെ സാധനമല്ല. ഇത് നമ്മുടെ സ്ലീപ്പിംഗ് ടെൻറ്റ് ബാഗ്. പിന്നെ ഇത് നമ്മുടെ ലൈക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഫുഡ്, സാനിറ്ററീസ്. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ, മറ്റേ കുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങൾ. എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നവരുണ്ട്. അതിനകത്താണ് നമ്മുടെ അത്യാവശ്യം സ്നാക്സും പരിപാടിയിലായിരിക്കുന്നത്. ഓക്കെ, ക്യാമറ അവിടെ അതിൻ്റെ പുറകെ വെച്ചു. ഇത് ഇങ്ങോട്ട് വെച്ചു, ക്യാമറ അവിടെ വെച്ചു. ജാക്കറ്റ്സ്, ഇതാണ് ബ്രാൻഡ് ന്യൂ Audi A6. ഓ ലൈക്ക് കേട്ടോ ഫ്രണ്ട്, അടിപൊളിയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിനി നമ്മുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇപ്പം നേരെ പോയി എവിടെയെങ്കിലും ഫുഡ് കഴിക്കുക. ഓക്കെ ഗൈസ്, വെള്ളക്കുപ്പി ജസ്റ്റ് പുറകിലുണ്ട്, ഇവിടെ അതിൻ്റെ ഇടയ്ക്കുണ്ട്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഈ മറ്റേ സിഗരറ്റ് അതൊന്ന് ഊരി അതിനകത്തോട്ട്. കേബിൾ എടുത്തില്ല എന്നാ ചോദിച്ചത്. വെള്ള കളറിലെ സി. ഓ അതിപ്പോൾ എടുത്തില്ല. പക്ഷേ ഇതിനകത്ത് മറ്റേ സിയും ഇതുമുണ്ട്.
ഓക്കെ. നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് എവിടെയാണ്? ബർഗർ കിങ്. ശരിക്കും ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കാം, പക്ഷേ ഒന്ന് ഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടി. കാരണം ഇനിയിപ്പോ എത്ര 8 മണിക്കൂർ നമുക്ക് ഏകദേശം 5-8 മണിക്കൂറുണ്ട് അങ്ങനെ ചെല്ലാൻ. അതിപ്പോൾ പെട്ടെന്നൊക്കെ പറയുന്നതൊക്കെ ഇവിടെ ഒരു ചെറിയൊരു ട്രാഫിക് ജാം ഉണ്ടായിട്ട് തന്നെ 10 മണിക്കൂർ. നമ്മൾ ലഞ്ച് കഴിഞ്ഞു. ബർഗർ കിങ്ങിൽ നിന്ന് നല്ല അടിപൊളി ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ ഒറ്റ ഡ്രൈവാണ്. ഒരു 7:30-8 PM വരെ ഒറ്റ ഡ്രൈവ്. അതാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കഴിച്ചു ബർഗർ കിങ്ങിന് ബർഗറൊക്കെ. വയറ് ഫുള്ളായി കേട്ടോ, സെറ്റായി. ഇനിയിപ്പോൾ നമ്മൾ ഓട്ടോബാനിലേക്ക് കയറുകയാണ്. ഓട്ടോബാൻ ഓക്കെ. വണ്ടി നല്ല പവർ ഉണ്ട് കേട്ടോ, നാട്ടിലൊരു പവർ ഉണ്ട്. ഓക്കെ, നമ്മൾ ഓട്ടോബാനിലേക്കുള്ള എൻട്രിയിലാണ്. എൻട്രി റാമ്പാണിത്. എൻട്രി റാമ്പിൽ നിന്ന് നമ്മൾ പതുക്കെ ഓട്ടോബാനിലേക്ക് എൻട്രി ചെയ്യുവാണ്. ഓക്കെ, ട്രക്കുണ്ട്. വാവ്. സോ നമുക്കിനി ഇനിയും പവർ ഉണ്ടായിരുന്നു. വേണം അവൻ്റെ ഫ്രണ്ടിൽ കയറായിരുന്നു. അങ്ങനെ ആവശ്യപ്പെട്ടില്ല. ഓക്കെ, നമുക്കിപ്പോൾ ഹൈ സ്പീഡ് ലൈനിലേക്ക് പോവാം. ആൻഡ് വി സെറ്റ് ദ ക്രൂസ് കൺട്രോൾ. സെറ്റ് ഇറ്റ് ടു ലെറ്റ്സ് സേ 120, 130, 140. 140 സെറ്റ് ചെയ്തിട്ട് ലെറ്റ്സ് ചിൽ. സോ ഇപ്പോൾ ഫ്രണ്ടിൽ വണ്ടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ലൈക്ക് അഡാപ്റ്റീവായിട്ട് അതിൻ്റെ സ്പീഡിലാണ് പോകുന്നത്. ഓക്കെ, വണ്ടി പോയി. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സ്പീഡിലേക്ക് വണ്ടി ലൈക്ക് ഇത് ചെയ്യും. അടുത്ത വണ്ടി ഡിറ്റക്ട് ചെയ്യുന്നിടം വരെ നമ്മൾ സെറ്റ് സ്പീഡിലായിക്കോട്ടോ പോകണം. ഓക്കെ, നമ്മുടെ പുറകിൽ വേറൊരു ഓടിയുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരു ഓടിയെ പോകുമ്പോൾ പുറകിൽ പറന്ന് വേറൊരു ഓടി പോകും. ഇത് കണ്ടോ, അവൻ അവിടെ അത്രയും ഇതിൽ വണ്ടി കിടക്കും. അവൻ പോകുന്ന പൊക്കുണ്ടോ? അതെ. സോ ഇതാണ് ജർമ്മനിയുടെ ഫൺ. ഓക്കെ, ഇവിടെ ഈ 2 റോഡേ ഉള്ളൂ കേട്ടോ, ഈ ഒരു ഓട്ടോബാൻ സ്ട്രെച്ചിൽ. അപ്പോൾ നമുക്ക് എപ്പോഴും ട്രാഫിക് ജാം അടിക്കും. ഇതേ കണ്ടോ, മറ്റേ വലിയ ബോട്ടൊക്കെ വലിച്ചോണ്ട് പോകുന്നുണ്ടോ? 11:44 PM. പിന്നെ 2-3 ബ്രേക്കിംഗ് എടുക്കേണ്ടി വരും. നമ്മളെന്തായാലും ഇന്ന് ഒരു 1 മണി ഒക്കെ ആകുമ്പോഴേ അവിടെ ചെല്ലുള്ളൂ. പിന്നെ ഒരു അഡ്വാൻറ്റേജ്, നമ്മൾ നാളെ ഫുള്ള് ഡ്രൈവിംഗ് ആയിട്ട് നമുക്ക് നാളെ ഇച്ചിരി പതുക്കെ ഇറങ്ങിയാൽ മതി. നമുക്കൊരു അല്ലേ, ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് നമുക്കൊരു 8:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്താലും മതി. കാര്യം നമ്മൾ ഓൾറെഡി ഡെൻമാർക്ക് ബോർഡറിൽ ചെന്നിട്ട് ഇന്ന് കടക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ലൈക്ക് അവിടുന്ന് പിന്നെ ലൈക്ക് ബോർഡർ ക്രോസിംഗ് ഒക്കെയാണ് കൂടുതൽ പ്രോസസ്സ്. പിന്നെ അവിടുന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ, കുറച്ചുണ്ട്. നമ്മൾ കാര്യം എന്നാ സ്വീഡനും മറ്റേ ഡെൻമാർക്ക് സ്വീഡനും നാളെ ക്രോസ് ചെയ്യണമല്ലോ. എന്നിട്ട് നാളെ വൈകിട്ട് നമ്മൾ നോർവേ കയറണം. അവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നാളെ വൈകിട്ട് നമ്മൾ നോർവേ കയറുന്നു. നമ്മൾ ഓട്ടോബാനിൽ തന്നെയാണ്. നല്ല മഴയുണ്ട്, കുറച്ച് ട്രാഫിക്കും ഉണ്ട്. ഇച്ചിരി ട്രാഫിക് ഉണ്ടല്ലേ, കുറച്ച് ട്രാഫിക് ഉണ്ട്. പക്ഷേ ആളെല്ലാം സെറ്റ് ചെയ്ത് കയറി. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് ക്രൂസ് കൺട്രോളൊക്കെ സെറ്റ് ചെയ്ത് നോക്ക്. ഓക്കെ, അപ്പോൾ ചെറിയ മഴക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഈ സൈഡിലോട്ട് മഴ പെയ്തിട്ടില്ല അല്ലേ. ഇവിടെ കുറച്ചുകൂടെ ഇതാണോ, മഴ പെയ്യാത്ത ഒരു സെറ്റപ്പാണ്. ഓക്കെ, അപ്പുറത്തേക്ക് പോകാൻ അപ്പുറത്തേക്ക് പൊക്കും, കുഴപ്പമൊന്നുമില്ല. സ്പേസ് ഉണ്ടെങ്കിൽ പതുക്കെ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് കയറി. എല്ലാം ഇച്ചിരി സ്ലോ ആട്ടോ, കാര്യം ഫ്രൈഡേ ഈവനിങ് ആണ്. പിന്നെ എന്തെങ്കിലും ചെറിയൊരു ഇത് തന്നെ ഉണ്ടെങ്കിൽ തന്നെ ഇച്ചിരി പതുക്കെ എല്ലാവരും പോവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റാണ്. ഇത് വലിയ ട്രക്സ് ആട്ടോ. ഇത് മറ്റേ പോളണ്ടിൽ നിന്ന്, ഇവിടെ കൂടുതലും മറ്റേ ട്രക്കൊക്കെ പോളണ്ടിൽ നിന്നാട്ടോ വരുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ല. പക്ഷേ മിക്കതും PL ഇതായിരിക്കും കൺട്രി നോക്കുമ്പോഴേ. ചിലപ്പോൾ അവിടെ ആയിരിക്കും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മറ്റേ കേരളത്തിലോട്ടൊക്കെ കൊണ്ടുവരുന്ന പോലെയൊക്കെ
ഇവിടെ അങ്ങനെ വലിയ കൾട്ടിവേഷൻ ഒന്നും ഇല്ല. ഇത് നമ്മുടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ, ഫുൾ ലൈക്ക് ലോഡഡ് ആണ്. ബാഗ്സ്, ലൈക്ക് ഡ്രസ്സസ്, പിന്നെ നമ്മുടെ ഫുഡ് ഐറ്റംസ് എല്ലാം ഇങ്ങനെ ഫുൾ ലോഡഡാണ്. കാര്യം വേറെ ഒന്നുമല്ല, നോർവേ കട്ട എക്സ്പെൻസീവ് കേട്ടോ. നോർവേയിൽ ലൈക്ക് നമ്മളിപ്പോൾ ചെന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അല്ലേ. നമ്മൾ ലൈക്ക് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല, അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും പൈസ പൊട്ടും. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം സാധനങ്ങളൊക്കെ നമ്മുടെ കോസ്റ്റൊക്കെ ഒന്ന് കുറയ്ക്കുക, അതാണ് ലക്ഷ്യം. പിന്നെ നമ്മുടെ സ്റ്റേയിൽ ഭൂരിഭാഗവും നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ടെൻസ് ആണ് അല്ലേ, ക്യാമ്പിങ്സ് ആണ്. അപ്പോൾ നമുക്ക് മറ്റേ ക്യാമ്പിങ് ലൈക്ക് കുറച്ച് കുക്കൊക്കെ ചെയ്യാൻ പറ്റും. അവിടെ കോമൺ പ്ലേസ് കാണുമെന്നാണ് ലൈക്ക് നോർമലി എല്ലായിടത്തും എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാം. നമുക്ക് ചെറുതായിട്ട് ട്രാഫിക് അടിച്ചിട്ടുണ്ട് അല്ലേ. ഇച്ചിരി റെഡാണ്, പക്ഷേ പതുക്കെ മറ്റേ അങ്ങനെ നൈസായിട്ടൊന്ന് വിട്ടാൽ മതി. എല്ലാവരും പതുക്കെ കേട്ടോ പോണേ. ലൈക്ക് ഈ ഓട്ടോബാനിലൊരു റോഡുണ്ട്. നമ്മൾ മറ്റേ ഈ ട്രാഫിക് ജാമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ലൈക്ക് ഫസ്റ്റ് ലൈനിലുള്ള ആൾക്കാർ ലെഫ്റ്റിലോട്ട് പോകണം, സെക്കൻഡ് ലൈനിലുള്ള ആൾക്കാർ റൈറ്റിലോട്ട് പോകണം. ഗൈസ്, നമ്മുടെ ഒബ്സ്ട്രക്ഷൻ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുറച്ചുകൂടെയൊക്കെ സ്പീഡിൽ പോകാൻ തുടങ്ങി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് 736 കിലോമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ ഡെസ്റ്റിനേഷനെത്താൻ. അങ്ങനെ നമ്മൾ മാൻഹൈം ഏരിയ ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം 696 കിലോമീറ്റർ. നമ്മുടെ മെയിൻ ഡ്രൈവർ സ്പൾവർ ഭയങ്കര ഡ്രൈവിങ്ങിലാണ്. അവിടെ ഒരു അടിപൊളി ജീവാഗം ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എനിക്കറിയില്ല. ചെറിയ കാർമേഘമൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ ഇതുവരെ മഴ പെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ഇറങ്ങിയ സ്ഥലത്തൊക്കെ നല്ല മഴയായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു അടിപൊളി ഓടിയൊക്കെ പോകുന്നു. പിന്നെ ഇവിടെ ഭയങ്കര ഈ സൈഡിലൊന്നും ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ലൈക്ക് ഒരു റെസ്റ്റ് ഹൗസോ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ഫ്രാങ്ക്ഫർട്ട് അടുത്തിരിക്കുകയാണ്. ചേച്ചി ഇവിടെ ഡ്രൈവ് ചെയ്യുന്നു. ഞാനിവിടെ നമ്മുടെ മറ്റേ അച്ചായന്മാരൊക്കെ കടത്തിനയിലൊക്കെ കുത്തിയിരുന്ന് മറ്റേ തോന്നിയാണെന്ന് പറയുന്ന പോലെ കണ്ടവനെ പോയാനൊക്കെ കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെയൊക്കെ കുറച്ച് ഗ്യാസ് സ്റ്റേഷൻസ് ഒക്കെ കാണാൻ തുടങ്ങി കേട്ടോ. കണ്ടോ, ഇതെന്ത് വലിയ ലോറി കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ റോഡിൽ കൂടെ പോകുന്നതിനെയും അപ്പുറത്തൂടെ പോകുന്നതിനെയൊക്കെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രാങ്ക്ഫർട്ടായി. ഇനിയിപ്പോൾ ഒരു 650 കിലോമീറ്റർ ഉണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിൽ ചെല്ലാൻ വേണ്ടി. എങ്ങനെയുണ്ട് ഡ്രൈവ്? ഓട്ടോമാറ്റിക് ഓടിക്കും നല്ല സുഖം കേട്ടോ, വെറുതെ ഇരുന്നാൽ പോലെ. പിന്നെ ഇതിനകത്ത് മറ്റേ ക്രൂസ് കൺട്രോളും എല്ലാ സെറ്റപ്പും ഉണ്ട്, റഡാറും എല്ലാ സെറ്റപ്പും ഉള്ളതുകൊണ്ട് ജസ്റ്റ് ക്രൂസ് കൺട്രോൾ വെച്ചിട്ട് സ്പീഡ് സെറ്റ് ചെയ്തിട്ട് ചുമ്മാ ഇരുന്നാൽ മതി. ചുമ്മാ ഇരുന്നാൽ പോരെ, കെയർഫുള്ളായിട്ടിരിക്കണം അല്ലേ. ചുമ്മാ ഇരുന്നെങ്കിൽ ശരിയാവില്ല. ഓക്കെ, അങ്ങനെ ഞങ്ങളൊരു ചെറിയൊരു റെഡ് ബുള്ളൊക്കെ പൊട്ടിച്ച് ഇത് ഹെവി പോഷയൊക്കെ പോകണുണ്ടോ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ജർമ്മനി കിട്ടുന്ന മോട്ടിവേഷൻ. നിങ്ങളിപ്പോൾ ഒരു വണ്ടിപ്രാന്തനായിരിക്കുമല്ലോ സാധാരണ അല്ലേ. ഒരു മജോറിറ്റി ഓഫ് ആൾക്കാർ വണ്ടിപ്രാന്തന്മാരായിരിക്കും. പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മലയാളികൾ മിക്കവാറും എല്ലാവരും വണ്ടിപ്രാന്തന്മാരായിരിക്കും. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ വെളിയിലോട്ട് നമ്മൾ വണ്ടി എടുത്തോണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ മോട്ടിവേഷനാണ്. അപ്പോൾ റോഡിൽ കൂടെ പോകണ വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടു. പിന്നെ ഇവിടെ ഇത് വലിയൊരു ലൈക്ക് ഓട്ടോബാൻ ലൈൻ ആട്ടോ. ഇവിടെ ടോട്ടൽ എനിക്ക് തോന്നുന്നത് ഒരു സൈഡിൽ 5ഉം അപ്പുറത്തെ സൈഡിൽ 5ഉം ഉണ്ട്. ഇപ്പം ലാസ്റ്റ് ലൈനിലേക്ക് കട്ട് ചെയ്തിരിക്കും. പിന്നെ അപ്പോൾ അത് മൊത്തം 10 ലൈനുള്ള റോഡിൽ കൂടെ ആട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇത് കാണോ, ഈ സൈഡിൽ ഇങ്ങനെ ഒരു ലൈൻ കമ്പി പോലത്തെ സെറ്റപ്പ്. ഇതെന്തിനാന്ന് വെച്ചാൽ ഇലക്ട്രിക് ഇതില്ലേ മറ്റേ ട്രക്ക്, അത് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പ് കേട്ടോ. അത് ഇവിടെ നമ്മളിപ്പോൾ സ്വീഡനിലൊക്കെ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ കൂടുതലുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്വീഡനിൽ ചെല്ലുമ്പോൾ നോക്കാം, ഗോതമ്പർഗിനടുത്ത് വല്ലതും ഉണ്ടോ. അപ്പം അതൊക്കെ മറ്റേ നമ്മുടെ ഈ ട്രെയിനൊക്കെ പോകുന്നില്ലേ, ആ ഒരു സെറ്റപ്പിൽ തന്നെ പോയിട്ട് ഈ ട്രക്കിൻ്റെ മേളിലൊരു മറ്റേ എക്സ്റ്റെൻഡബിൾ ആയിട്ടുള്ള സാധനമുണ്ട്. അതിങ്ങനെ അതൊക്കെ കൊണ്ട് മുട്ടിക്ക് അങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ. കൊളീഷൻ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിലെങ്ങാണ്ട്. അപ്പോൾ എന്തോ 7 മിനിറ്റ് കൺജഷൻ പറയുന്നുണ്ട്. നോക്കാം. കാര്യം കൊളീഷൻസ് എപ്പോഴും ഇച്ചിരി ട്രാഫിക് ഹെവിയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഇടയ്ക്ക് കുറച്ച് ട്രാഫിക്കൊക്കെ കിട്ടി അല്ലേ. ട്രാഫിക് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഫ്രണ്ടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 14 കിലോമീറ്റേഴ്സ്. അപ്പം ഒരു 600 കിലോമീറ്റർ താഴെ ആക്കിയിട്ട് ഇനി ഞാൻ കുറച്ച് നേരം ഡ്രൈവ് ചെയ്യാമെന്ന് വെച്ചു.
കുറച്ച് ട്രാഫിക് കിട്ടി. പക്ഷെ കുറേ സ്ട്രെച്ച് കിട്ടിയായിരുന്നു അല്ലേ കാൽസ്വേന്ന് അല്ലേ? ഫ്രാങ്ക്ഫർട്ട് വന്നപ്പോൾ കുറച്ച് ഇതായിപ്പോയി, കഷ്ടമായി. ഓക്കെ, ഇപ്പം നമുക്കൊരു റെസ്ട്രിക്റ്റഡ് ഓട്ടോബാനാണ്, മറ്റേ ഒരു 120 കിലോമീറ്റേഴ്സ് ഒരു സ്പീഡ് ലിമിറ്റ് റെസ്ട്രിക്റ്റഡ് ഓട്ടോബാനാണ് ഇപ്പോൾ. നമ്മളിപ്പോൾ എവിടെ? ഫ്രാങ്ക്ഫർട്ട് കഴിഞ്ഞു. ഫ്രാങ്ക്ഫർട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹാനോവറിനുള്ള റൂട്ടിലല്ലേ അല്ലേ? ഇത് തന്നെ ഇതിൽ കഴിയുമ്പോൾ നമ്മൾ ബോറടിക്കുള്ളൂ. കാര്യം രണ്ട് സൈഡിലും ഓൾമോസ്റ്റ് സെയിം സാധനങ്ങൾ തന്നെ. ട്രാഫിക് ആഫ്റ്റർ ട്രാഫിക്. ഇപ്പോൾ അടുത്ത ട്രാഫിക് കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ എന്താണോ കാണിക്കുന്നത്? എന്താ ആക്സിഡൻ്റ് ആണോ കാണിച്ചത്? ആപ്പിൽ ക്രാഷ്. ജോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നേരമായിട്ട് ഈ ട്രാഫിക് ജാമിൽ കിടക്കുക. ഒരു 10 മിനിറ്റ് ആയി കാണും അല്ലേ? 10 മിനിറ്റോളമായി ഒരു ട്രാഫിക് ജാമിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. അത് മറ്റേ എന്തോ ആക്സിഡൻറ്റിൻ്റെ ആണ്, പക്ഷേ നമ്മൾ ഇതുവരെ ഒന്നും കണ്ടില്ല കേട്ടോ. ഓക്കെ, ആക്സിഡൻറ്റ് സ്പോട്ടിലോട്ട് നമ്മൾ എത്തുന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ആക്സിഡൻറ്റ് സ്പോട്ടിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടുത്തെ ആക്സിഡൻസ് ഒക്കെ കുറച്ച് എക്സ്ട്രീം ആട്ടോ. നോർമലി ഓട്ടോബാനാകണ്ടേ ഭയങ്കര സ്പീഡിലല്ലേ എല്ലാവരും പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു എനിക്ക് തോന്നുന്നത് എന്തോ എക്സിറ്റ് എടുത്ത ഇടി ഒരുപാട് ഇങ്ങോട്ട് ചേരുന്നു. ഓക്കെ, അത് വലിയ പ്രശ്നമില്ലാത്ത ഇടിയാട്ടോ. ഭയങ്കര കെയർഫുള്ളായി നമ്മൾ ഓട്ടോബാനിൽ കൂടെ ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ. എസ്പെഷ്യലി നമ്മൾ പ്രോപ്പറായിട്ട് ബ്രേക്കൊക്കെ എടുത്ത് പതുക്കെയൊക്കെ പോകുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവളൂടെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മാറും. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് മോഹം കഴിയണോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളപ്പം തന്നെ നിർത്തി ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടൊക്കെ പോകത്തുള്ളൂ. നമുക്ക് പോകണം. നമ്മളിപ്പോൾ ഒരു എക്സിറ്റ് എടുക്കാമെന്ന് വെച്ചു. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം ഡ്രൈവ് ചെയ്യാം. ഇവളിപ്പം കുറേ നേരമായി, ഒരു 1.5 മണിക്കൂറായി അല്ലേ? നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം 730 കിലോമീറ്ററിൽ ആൾ കയറിയാണ്. ഒരു 150 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് ആൾ. ഇനിയിപ്പം ഞാൻ ഓടിക്കാം കുറച്ച് നേരം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഡ്രൈവർ മാറി, ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞു, വാഷ്റൂമിലൊക്കെ പോയി. ഞാൻ കുറച്ച് ചക്കച്ചോളം എടുത്തു ഇച്ചിരി കുറിക്കാൻ. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഹാനോവറിലേക്കുള്ള വഴിയിലാണ്. ഇച്ചിരി മഴയൊക്കെ ഉണ്ടായിരുന്നല്ലേ? മഴയൊക്കെ മാറി ഇപ്പം ഫുൾ ഓട്ടോബാനാണ്. നമ്മൾ ക്രൂസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 150, 130, 150 നൈസായിട്ട്. ഇവിടെ ഒരാൾ മറ്റേ ചിപ്സ് കഴിക്കുന്ന തിരക്കിലായതുകൊണ്ടാണ് ഒന്നും സംസാരിക്കാതെ. ഇനി 5.5 മണിക്കൂറോടെ കാണിക്കുന്നുണ്ട്. 142 കിലോമീറ്റർ. നമ്മളിപ്പോൾ ഹാനോവർ റൂട്ടിലാട്ടോ. ഹാനോവർ റൂട്ടിൽ ഇനിയിപ്പോൾ ഒരു 194 കിലോമീറ്റേഴ്സ് ലൈക്ക് ഹാനോവർ. ഹാംബർഗ് ഒരു ഏകദേശം 279 കിലോമീറ്റർ. ഇങ്ങനെയാണ്. ഇപ്പോൾ നല്ല വ്യൂ ഉണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിൽ, പക്ഷേ കിട്ടിയില്ല. റോഡൊക്കെ ഓൾമോസ്റ്റ് എംറ്റിയാണ്. പക്ഷേ ഇവിടെ റെസ്ട്രിക്റ്റഡ് ഓട്ടോബാനാണ്. ഒരു 120 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അത്ര ബ്ലോക്ക് ഒന്നുമില്ല. ഞാൻ വിളിച്ചപ്പോഴായിരുന്നു ബ്ലോക്ക്. അതെ, എസ്കേപ്പ് ലൈൻ ആട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലൈക്ക് ഇപ്പം നമ്മൾ ബൈക്കൊക്കെ പോയി വരുവാണെങ്കിൽ വണ്ടി നേരെ കൊണ്ട് കയറ്റാനുള്ള സ്ഥലമാണത്. മറ്റേ നോട്ട് ബാക്ക്. ഇത് കൂടുതലും ട്രക്കിനൊക്കെ ആട്ടോ. നമ്മളവിടെ ഈ ചെറുതിലൊക്കെ ഇഷ്യൂ ഉണ്ടാകത്തില്ല, സെയിം സാധനം. പറഞ്ഞു എത്തി, പക്ഷേ ഇപ്പം 120 അടിച്ചു. സ്പീഡ് ലിമിറ്റ് ഹിയർ, സോ വി ഹാവ് ടു അഡ്ജസ്റ്റ്. ഓക്കെ, പുറകെ ഒരുത്തൻ പറന്നു വരുന്നുണ്ട്. ഞാനിത് കഴിഞ്ഞിട്ട് ഇവിടെ എവിടെയെങ്കിലും സൈഡാണ്. ഓക്കെ, ഇനി അത്ര ധൃതിയുള്ളവന്മാരെല്ലാം പ്രശ്നമില്ല. ഇവിടെ മറ്റേ നമ്മൾ സ്പീഡ് സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ അപ്പം കുറച്ചോണം.
വേറെ മറ്റേ നമ്മുടേതായിട്ടുള്ള ചാൻസസ് എടുക്കാൻ നിൽക്കല്. കാര്യം ഇവിടെ എല്ലാ ദിവസവും അവർ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുന്ന സാധനമാണ് അല്ലേ. ഒരു അനാവശ്യമായിട്ട് ഒരു സ്പീഡ് ലിമിറ്റർ ഇവിടെ കാണത്തില്ല. ഇത് ലൈക്ക് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ സ്പീഡ് കുറയ്ക്കുക. ഫോർ എക്സാമ്പിൾ ഇതുണ്ടോ, ലൈക്ക് നമ്മളിപ്പോൾ പെട്ടെന്ന് 120 കുറച്ചു. നമ്മളിപ്പോൾ വന്നുകൊണ്ടിരുന്ന 170 സംതിങ് ആയിരുന്നു. അപ്പോൾ 120 കുറച്ചു. അവർക്ക് ലൈക്ക് അവിടെ എന്തോ ലൈൻ ക്ലോസർ എന്തോ പണി ചെയ്യുന്നുണ്ട്. അതായിരുന്നു റീസൺ. അതുകൊണ്ട് പറഞ്ഞു കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ കുറയ്ക്കുക, സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക, മര്യാദയോടെ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യുക. ഞങ്ങൾ കുറച്ച് ബ്രെഡൊക്കെ കഴിക്കാണ്ടിരിക്കാം. എടുക്കണോ മറ്റേ എന്നായിരുന്നു നമ്മുടെ നട്ടിൻ്റെ സാധനം, പീനട്ട് ബട്ടർ എടുക്കണം. ആ വയറ് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ കത്തി എവിടെ വെച്ച് അതിന്റെ ഇടയിലാണ് ഞാൻ അങ്ങനെ ഞങ്ങൾ ചെറിയൊരു സ്നാക്സൊക്കെ കഴിച്ച് ചെറുതായിട്ടൊന്ന് വാഷ്റൂമൊക്കെ യൂസ് ചെയ്തു അല്ലേ. എല്ലാം ഫ്രഷായി. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ഇനി നമുക്കുള്ളത് ഏകദേശം 400 കിലോമീറ്റർ, 390 കിലോമീറ്ററാണ്. 4 മണിക്കൂറിന് താഴെ ഉള്ളൂ ഇനി. അപ്പം ഇപ്പോൾ ഏകദേശം 8:30 ഒരു 12-12:30 പിടിക്കാൻ നോക്കണം. എങ്ങനെയുണ്ട് ബോഡി? A6 സൂപ്പർ. നമുക്കിനി ഇടയ്ക്കിടയ്ക്കൊക്കെ റെന്റിനെടുത്ത് ഓടിക്കാം അല്ലേ. നമ്മൾ വിചാരിച്ച മറ്റേ ലക്ഷറി ഇത് എടുക്കാൻ പറ്റും കേട്ടോ. കാര്യം EMI ഒക്കെ ഓൾമോസ്റ്റ് സെയിമാണ്. നമ്മളൊരു 2 വർഷം ചിലപ്പോൾ കൂടുതൽ അടയ്ക്കണമായിരിക്കും അല്ലേ. പക്ഷേ ഇതിൻ്റെ മെയിൻ്റെനൻസ് ഒരു രക്ഷയില്ല കേട്ടോ. ഇതിൻ്റെ മെയിൻ്റെനൻസ് ഭയങ്കര മെയിൻ്റെനൻസ് ആണ്. ഇതിൻ്റെ ഗ്യാരണ്ടിക്ക് ഭയങ്കര റേറ്റാണ്. ഈ പ്രീമിയം കാർ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഇൻഷുറൻസിന് ഭയങ്കര റേറ്റാണ്. എല്ലാം ഭയങ്കര റേറ്റാണ്. ഇത് ഇവന്മാരെ കത്തിച്ചെത്തിച്ച പോണേ. ചെറിയ വണ്ടിയാണ്, ബ്രേക്ക് പിടിച്ചാൽ കിട്ടത്തോലുമില്ല. നമ്മൾ പോളയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഭയങ്കര മാക്സിമം 120 ഒക്കെ പിടിച്ചേ പോവുള്ളൂ. കാര്യം ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. ട്രാഫിക്കാ ഗൈസ്, ട്രാഫിക്. ലൈക്ക് ഈ 2 ലൈൻ ക്ലോസറാണ്. ബ്രേക്ക് ഇടറി, ഇൻഡിക്കേറ്റർ ഇടാൻ ലൈക്ക് പുറകെ ബ്രേക്ക് ഇട്. സ്ലോ മൂവിങ് ട്രാഫിക് ആണല്ലോ, ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു. കണ്ടോ ഈ വരുന്നവന്മാരെല്ലാം അറിയില്ല. ആ ഇവിടെ നിൽക്കുമ്പോൾ തൽക്കാലം ഭയങ്കര റിസ്ക്കാണ് ഈ സാധനം. നമ്മുടെ വണ്ടി പുറകെ കുറച്ച് വണ്ടിയായി, എന്നാലും ഇത് ഭയങ്കര റിസ്ക്കുള്ള സാധനമാണ്. 2 ലൈൻ അവന്മാർ പെട്ടെന്ന് ക്ലോസ് ചെയ്യില്ലേ. ശരിയാ, ഇത്ര സ്പീഡ് വന്നിട്ട് പെട്ടെന്ന് ക്ലോസ് ചെയ്യുമ്പോൾ ഭയങ്കര അപകടമാണ്. എന്താ ചെയ്ത് സ്പീഡ് ഇതൊന്നും എനിക്കൊന്ന് ലൈൻ മാറാൻ പറ്റാ പെട്ടെന്ന് മുന്നോട്ട് വന്നു. അതെ. അപ്പം ഇങ്ങനത്തെ സമയത്താണ് നമുക്ക് മറ്റേ 2, 3, 4 വണ്ടിയൊക്കെ ഇങ്ങനെ ചടപടാന്ന് ഇരിക്കുന്നത്. നിങ്ങൾ ഓട്ടോ വാനി വണ്ടി ഓടിക്കുന്നവരോ അല്ലെങ്കിൽ ഓടിക്കാൻ പോകുന്നവരോ ആണെങ്കിൽ നമ്മളിപ്പോൾ കാണിച്ച സിറ്റുവേഷനില്ലേ അത് ഭയങ്കര പോസിബിളാണ്. അപ്പം അതൊന്ന് കൺസിഡർ ചെയ്തേക്കണം. കാര്യം നമ്മൾ ശരിയാണ്, നല്ല റോഡാണ്,
എന്താ പറയുന്നത്, നമുക്ക് നല്ല വണ്ടി ഇവിടെ ഏറ്റവും ബെസ്റ്റ് വണ്ടിയാണ് കിട്ടുന്നതും. അപ്പം നമുക്ക് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഒക്കെ കുറേ കുറവായിരിക്കും. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് കയറി വരും അല്ലേടി. ഇപ്പം അവളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സിറ്റുവേഷൻസ് വരും എന്ന് ഓർത്തിട്ട് വേണം നമ്മൾ കാല് കൊടുക്കാൻ. കാര്യം നമ്മളിപ്പം വിട്ടടിച്ച് ഇപ്പോൾ 200-ലൊക്കെ വരുന്ന ഒരു സെറ്റപ്പ് ആണെങ്കിൽ ഇപ്പോൾ 2 ലൈനൊക്കെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നീണ്ട് കിടക്കുന്ന റോഡിലും അല്ലേ ജർമ്മൻ ഓട്ടോ ബാൻ. ഇതൊരു സംഭവം തന്നെയാണ് അല്ലേ. എന്താണ് ആദ്യമായിട്ട് ഇത്രയും ലോങ് വരുന്നതുകൊണ്ട് നിൻ്റെ ഒരു അഭിപ്രായം? ഇതൊക്കെ എല്ലാ രാജ്യത്തും വരേണ്ട കാര്യങ്ങളല്ലേ? ഇവിടെ പോസിബിൾ ആണെങ്കിൽ എല്ലാ രാജ്യത്തും വരേണ്ട സാധനങ്ങളാണ്. നല്ല പ്ലാനിങ് വേണം, അത് അനുസരിക്കുന്ന ആൾക്കാർ വേണം, പിന്നെ നല്ല വണ്ടികൾ വേണം. വിളിച്ച് മറ്റേ ഇപ്പം 214, 200 ഒക്കെ ജസ്റ്റ് ക്ലസ്റ്ററിൽ മാത്രം പോരാ, അതൊക്കെ വർക്ക് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ ഡ്രൈവ് ഓൾമോസ്റ്റ് തീരാറായി. ഐ മീൻ അല്ല, കിലോമീറ്റർ ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഡേ ലൈറ്റ് ഓൾമോസ്റ്റ് തീരാറായി. ഇപ്പം സമയം 8:58 മണിയായി. അപ്പം സൂര്യൻ അസ്തമിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം തുടങ്ങുന്നു. നമ്മൾ ഏകദേശം ഹാനോവർ സിറ്റിക്ക് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ കറൻ്റ് ഫസ്റ്റ് എടുക്കുവാണ്. ഇനി കുറച്ച് കഴിഞ്ഞ് ഓടിക്കാം. ഇവളും എടുക്കുമ്പോൾ ഞാൻ ഓടിക്കും, ഞാൻ ഓടിക്കുമ്പോൾ ഇവിടെ ഓടിക്കും. അങ്ങനെ മാറി ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കവർ ചെയ്യാവുന്ന ഡിസ്റ്റൻസൊക്കെ ഉള്ളൂ. ഞങ്ങളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു, നമ്മൾ ഏകദേശം ഒരു 4500 അത്ര എന്തോ കിലോമീറ്റർ ഓടിക്കും ഒരു 10 ദിവസം കൊണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഏകദേശം 2500ഓളം ഓടിക്കുന്ന ആദ്യത്തെ ഒരു 3 ദിവസം. ഇത് അതിസാഹസികമായ രീതിയിൽ ഒരാളിവിടെ കട്ടർ ഡ്രൈവിങ്ങിലാണ്. നമ്മളിപ്പോൾ 300 കിലോമീറ്റർ താഴെയാകും. ഇത് കട്ടയിരുട്ടായി തുടങ്ങുകയാണ്. ഇവിടെ കണ്ണു പോലും കാണാൻ പറ്റും. 120 മറ്റേ അമ്മച്ചിമാർ കണ്ണാടി വെച്ച് വായിക്കുന്ന പോലെയാണ് വായിക്കും. നമുക്കിനി ഏകദേശം 2.25 മണിക്കൂർ കൂടെ 266 കിലോമീറ്റർ. ബാക്കിൽ ചെയ്യുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഏറ്റവും പുറകെ വെച്ചിട്ട് ബാക്കിൽ സീറ്റ് മടക്കിയല്ലോ, തിരിച്ച് മടക്കിയപ്പോൾ നമുക്ക് രാത്രിയിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ ചാരി വെച്ച് കിടക്കാമല്ലോ. കാര്യം നമ്മളിപ്പം എന്നാ ഈ ഫ്ലെൻസ്ബർഗ് എന്ന സ്ഥലമല്ലേ നമ്മൾ വെച്ചിരിക്കുന്ന സ്ഥലം, അത് ശരിക്കും ഡെൻമാർക്കിൻ്റെ ബോർഡർ കേട്ടോ. ലൈക്ക് ഡെൻമാർക്ക് ജർമ്മനി ബോർഡർ. അപ്പം നമ്മൾ അവിടെയെങ്കിലും ഇന്ന് ചെല്ലണം. എങ്കിലേ നമുക്ക് നാളെ ഡെൻമാർക്ക് ക്രോസ് ചെയ്ത് പിന്നെ സ്വീഡൻ ക്രോസ് ചെയ്ത് മറ്റേ നോർവേയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് അവിടെ ചെല്ലുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രത്യേകിച്ചൊന്നും കേട്ടില്ല. ഇന്ന് കാറേ തന്നെയാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എത്ര കിലോമീറ്റർ ആയി? 213 കിലോമീറ്റേഴ്സ് മോർ. ഏകദേശം 2 മണിക്കൂറും കൂടെ ഡ്രൈവിങ്. ആൻഡ് ഷീ ജസ്റ്റ് കംപ്ലീറ്റഡ്. എത്ര കിലോമീറ്റർ ആയി? 100 കിലോമീറ്റർ ഓടിച്ചു. 100 ആയില്ലേ? 200 ആയോ? 400 തുടങ്ങിയാണോ നമ്മൾ? ഓ യാ, 392. ശരിയാട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് അവൾ 200 കിലോമീറ്റേഴ്സ് ഓടിച്ചു. നമ്മളിപ്പോൾ 2 മണിക്കൂർ ദൂരെ. ഇനി പതുക്കെ എവിടെയെങ്കിലും ഒന്ന് ചവിട്ടാം അല്ലേ, എന്നിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ബാക്കി ഞാൻ ഓടിക്കാം. പെട്ടെന്ന് തന്നെ അവിടെ എക്സിറ്റ് എടുക്കാൻ പറഞ്ഞത്. ഇത് മിസ് ചെയ്തിട്ട് 3ാമത്തെ എക്സിറ്റ് ആണ്. രണ്ടാമത്തെ. ഞങ്ങളിപ്പോൾ ഹാംബർഗ് സിറ്റിക്കകത്തൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1.5 മണിക്കൂറോടെ ഡ്രൈവ് ഉണ്ട്. അധികം ഡ്രൈവ് ചെയ്യാൻ പറ്റിയില്ല ശരിക്കും. മറ്റേ ഓട്ടോവാന കഴിഞ്ഞു. ഇനിയിപ്പോൾ ഹാംബർഗ് സിറ്റി കഴിഞ്ഞിട്ടുള്ള ഓട്ടോവാന. ഹാംബർഗ് ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്ന ഒക്ടോബർ. അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ ഹാനോവർ കഴിഞ്ഞ് ഫ്ലെൻസ്ബർഗിനടുത്തെത്തി.